കഴിഞ്ഞ 4 വർഷമായി ഇണകളായ 2 വേഴാമ്പലുകൾ ഈ റിസോർട്ടിന്റെ കോമ്പൗണ്ടിലാണ് മിക്ക സമയം ചെലവഴിച്ചിരുന്നത്. പതിവ് പോലെ ഈ വർഷവും മുട്ടയിടാറായപ്പോൾ വേഴാമ്പലുകൾ മരത്തിന്റെ പൊത്തിൽ കൂടൊരുക്കുന്നത് ജീവനക്കാർ ശ്രദ്ധിച്ചിരുന്നു. റിസോർട്ടിന്റെ കോമ്പൗണ്ടിലുള്ള മരത്തിന്റെ 20 അടിയിലധികം ഉയരത്തിലുള്ള പൊത്തിലാണ് പെൺവേഴാമ്പൽ പതിവായി മുട്ടയിട്ടിരുന്നത്. പശ്ചിമഘട്ടത്തിൽ അപൂർവമായി കാണുന്ന കോഴി വേഴാമ്പലുകളാണിവ. മുട്ടയിടാറാകുമ്പോൾ പെൺപക്ഷി മരത്തിനുള്ളിൽ കൂടൊരുക്കിയ ശേഷം വാതിൽ ചുണ്ട് മാത്രം പുറത്തേക്ക് കടത്താൻ കഴിയുന്ന തരത്തിൽ അകത്തുനിന്ന് അടയ്ക്കുകയാണ് വേഴാമ്പലുകളുടെ രീതി. പെൺപക്ഷി സ്വന്തം കാഷ്ടം കൊണ്ടാണ് വാതിൽ അടയ്ക്കുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പറക്കാറാകുന്നതുവരെ പെൺപക്ഷിയും ഇതിൽ നിന്നും പുറത്തിറങ്ങാറില്ല. ഇക്കാലമത്രയും ആൺപക്ഷിയാണ് തള്ളയ്ക്കും കുഞ്ഞിനുമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഇത്തവണ കൂടിന്റെ വാതിലടച്ച് ഏതാനും ദിവസം കഴിഞ്ഞതോടെ ആൺ വേഴാമ്പലിനെ കാണാതാകുകയായിരുന്നു. പെൺവേഴാമ്പലിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ റിസോർട്ട് അധികൃതർ വിവരം പെരിയാർ കടുവാ സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടർ സഞ്ജയൻ കുമാറിനെ അറിയിച്ചു. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ ഇദ്ദേഹം തട്ടേക്കാട് പക്ഷി സങ്കേതം അധികൃതരുമായി സംസാരിച്ചു. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് റിസോർട്ടിലെ ജീവനക്കാരനായ സജീവൻ വേഴാമ്പൽ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തത്. കുറച്ചധികം ഭക്ഷണം കഴിക്കുക, ശരി അത് തീർക്കാൻ കുഞ്ഞിനിങ്ങനെ ഭക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് കാണാനത് പൊക്കെ എടുത്ത് തിരിച്ചു കൊടുക്കണത് കാണാം. ഒരു കുഞ്ഞേ ഉള്ളൂ. തണ്ണിമത്തനും പപ്പായയും മറ്റു പഴവർഗ്ഗങ്ങളും ചെറുതായി അരിഞ്ഞ് ഈർക്കിലിൽ കുത്തി ദിവസവും 2 നേരം ഇവർക്ക് നൽകുന്നുണ്ട്. അവധി ദിവസം പോലും ഇദ്ദേഹം ഇതിനായി കൃത്യസമയത്ത് റിസോർട്ടിലെത്താറുണ്ട്. കുമളിയിൽ നിന്നും അനീഷ് നാരായണനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.